ഹലോ ഗെയ്സ്, അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. അതായത് വലിയ ട്രിപ്പൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. വേറെ എവിടെയല്ല, കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇത്തവണ അതിനൊന്നുമല്ല പോകുന്നത്. ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാന്നുള്ളത്. അപ്പോൾ നമ്മുടെ എറണാകുളത്ത് പുൽപ്പള്ളി ബീച്ചിൽ ഇത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ അന്നൊടുങ്ങി കയറണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനോഗ്രേഷൻ അന്നൊക്കെ പോകണമെന്നൊക്കെ ഒരുപാട് വിചാരിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും പോകാൻ പറ്റിയില്ല. മിക്ക ദിവസം നമ്മൾ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് അതിലൊന്നും കയറാൻ പറ്റത്തില്ല. കാരണം പിള്ളേർ നമ്മുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ പിള്ളേരെ വെച്ചിട്ട് അതിലെന്തായാലും കയറ്റത്തുമില്ല. പിന്നെ പിള്ളേർ ഇക്കാക്കനെ ഏൽപ്പിച്ചിട്ട് വേണം കയറാനായിട്ട്. പക്ഷേ ഒറ്റയ്ക്ക് കയറാനുള്ള ധൈര്യവും എനിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്നാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടിയത്. മറ്റേ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്നത് പോലെ എല്ലാത്തിലും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇന്നാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പറ്റിയത്. നമ്മൾ മക്കളെ എല്ലാം ഇക്കാക്കടെ വീട്ടിൽ ഉമ്മച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ എത്തിയിട്ട് നമ്മൾ ബീച്ചിലെത്തിക്കാനായിട്ട് നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെയാണ് വെച്ച് പിടിച്ചത്. കടൽ കാണാനൊന്നും നിന്നില്ല, നേരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് വെച്ച് പിടിച്ചത്. അപ്പോൾ 2 ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഒരു ടിക്കറ്റിന് 120 റുപ്പീസാണ് കേട്ടോ വരുന്നത്. പൊസിഷനൊന്നും മാറട്ടെ. ആദ്യം നമ്മളിത് കയറി പോകുമ്പോൾ നമുക്ക് തലകറങ്ങണയൊക്കെ പോലെ തോന്നും. പക്ഷേ നമ്മൾ അറ്റത്ത് എത്തിക്കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തിര വന്നനുസരിച്ച് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോലെ തോന്നും. നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അപ്പോൾ ഇൻസ്ട്രക്ടർ നമ്മളടുത്ത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറാനായിട്ട് പറഞ്ഞുതരും. വെയിറ്റ് വരുന്നതനുസരിച്ച് അവർ ഓരോ സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞുതരും കേട്ടോ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. നമ്മൾ ഈവനിങ് ആണല്ലോ പോയത്. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് ആവാറായിട്ടുണ്ടായി. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. നമ്മൾ അപ്പുറത്തുനിന്ന് കരയുടെ അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അധികം ടൈം നമ്മൾ അവരവിടെ നിർത്തത്തില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് അവിടെ നമ്മൾ നിർത്തത്തുള്ളൂ. അതേ സമയത്തേക്ക് അവർ പൊക്കോളാൻ പറയും. നമ്മൾ ഇറങ്ങാറ് സമയമായപ്പോഴാണ് അവർ പറഞ്ഞത് ഓവർലോഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ എന്തായാലും വന്ന കാര്യം സാധിച്ചു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അതെന്തായാലും നടന്നു. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം കടലിൻ്റെ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. പോയത് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് കാണാൻ പറ്റും. ഇത്രയും ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഇരുന്നു. എനിക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങാണ്ട് വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം വെള്ളത്തിലിറങ്ങാനാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇത്തവണ എന്തായാലും വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയല്ല, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയാണല്ലോ വന്നത്. അതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല. കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ ആസ്വദിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. പറൂരുള്ള വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ ചാട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ആ വഴിയാണ്. അപ്പോൾ എന്തായാലും അവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ് കേട്ടോ.
നോർമലി നമ്മൾ എപ്പോഴും നോൺ വെജാണ് കൂടുതൽ കഴിക്കണമെങ്കിലും അപ്പോൾ ഈ ടൈമിൽ ഒന്ന് ചാട്ട് ഐറ്റംസ് ഒന്ന് നോക്കാമല്ലോ എന്ന് ഓർത്താണ് നമ്മൾ പോയി നോക്കിയത്. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഈ ചാട്ട് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി വന്നവരൊന്നും അല്ല, എന്നാലും നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു എവിടെയോ പോയി വന്ന് ടൂറൊക്കെ പോയി വന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് കയറണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് പാനിപ്പൂരി അതേപോലെ തന്നെ ബേൽപൂരി ആയിരുന്നു. മെയിനായിട്ട് എനിക്ക് പാനിപ്പൂരി കഴിക്കാനാണ് ഇഷ്ടമുണ്ടായത്. ബേൽപൂരി അത്ര ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സെറ്റ് പാനിപ്പൂരി ഒരു സെറ്റ് ബേൽപൂരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ കുടിക്കാനായിട്ട് ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചായ വരാനായിട്ട് കുറേ ഡിലേ വന്നു. നമ്മൾ കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ചായ വരാനായിട്ട് സമയം എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നായിരുന്നു. അങ്ങനെ നമ്മളിതേ പാനിപ്പൂരിയും ബേൽപൂരിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട. അപ്പോൾ രാത്രിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.